നിങ്ങളുടെ മുറി വളരെ അടുക്കും ചിട്ടയില്ലാതെ വളരെ മെസ്സിയായിട്ട് അവിടെ ഇവിടെ എല്ലാം സാധനങ്ങൾ കിടക്കുന്ന ഒരു മുറിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ ഓരോ സാധനങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഒന്നും നിങ്ങൾക്ക് അറിയില്ല. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് വെളിയിലോട്ട് പോകാൻ നേരം നിങ്ങളുടെ കീ കാണുന്നില്ല. ഒരു മുറിക്കുള്ളിൽ നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് അറിയില്ല. കാരണം നിങ്ങളുടെ മുറി ഒട്ടും അടുക്കും ചിട്ടയില്ലാതെ വളരെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു മുറിയാണ്. അവിടെ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മണിക്കൂറോളം നിങ്ങളത് തിരയുന്നു, ഒരു ദിവസം മുഴുവൻ തിരഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. എന്നാൽ അതേ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ മുറി വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന, വളരെ അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുന്ന ഒരു മുറിയാണെങ്കിൽ, ഓരോ സാധനത്തിനും കൃത്യമായൊരു പ്ലേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ താക്കോൽ എടുക്കാൻ നിമിഷം മതി. നിങ്ങൾ പോകാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം താക്കോൽ ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾക്കത് എടുക്കാം, ഈസി ആയിട്ട് നിങ്ങൾ പോകും, അത് നടക്കും. ഇവിടെ രണ്ട് സ്ഥലത്തും താക്കോൽ അവിടെ ഇല്ലായ്മയല്ല പ്രശ്നം. രണ്ട് സ്ഥലത്തും താക്കോൽ അവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മനസ്സൊന്ന് അടുക്കും ചിട്ടയോടും കൂടി വരികയും നിങ്ങൾക്ക് സാധനങ്ങൾ, നിങ്ങളുടെ റിസോഴ്സസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡീക്ലട്ടർ ചെയ്യും നിങ്ങളുടെ മൈൻഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മൈൻഡിനൊരു ഒരു ഒരു ഫോക്കസ് കിട്ടുമ്പോൾ നിങ്ങളുടെ എനർജി കൊണ്ട് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യും. നിങ്ങൾക്കുള്ള റിസോഴ്സസൊക്കെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ഇവിടെ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് ഇല്ലായ്മയല്ല, ഇല്ലാത്തടത്തു നിന്നല്ല നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങളുള്ള സാധനം തന്നെ നിങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. പലപ്പോഴും നാം ഇല്ല ഇല്ല എന്ന് പരിതപിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇല്ലായ്മയായിരിക്കില്ല നമ്മളുടെ യഥാർത്ഥ പ്രശ്നം. നമുക്കുള്ളതിനെ വേണ്ടവണ്ണം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നതാണ്.